ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗം എന്തായി നോക്കാം. സച്ചിയുടെ കാറിൻ്റെ കാര്യം ആലോചിക്കുന്നതിനാ സച്ചിക്ക് നല്ല ടെൻഷനും വിഷമവും ആവുകയെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ കാറിൽ ഇങ്ങനെ ഇത്ര പരുവത്തിലാക്കിയവനെയൊന്നും ഞാൻ വെറുതെ വിടില്ല. അതിൻ്റെ പുറമെ ഞാൻ ഇതിനകത്ത് കഞ്ചാവ് കയറ്റി ഓട്ടം പോകുന്നതിനിടയിൽ കഞ്ചാവ് കയറ്റിയവനെയും ഞാൻ വെറുതെ വിടില്ല. അത്രയ്ക്ക് എനിക്ക് ദേഷ്യമുണ്ട്. ഞാൻ അതിനുള്ള തിരച്ചിലാണ് ഇനി അങ്ങോട്ടുള്ള ജീവിതം. അപ്പോൾ രേവു ചോദിക്കുകയാണ്, അതാരാ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല, പക്ഷേ ഞാൻ അവരെ കണ്ടെത്തും. നാളെ മുതൽ അതിൻ്റെ പുറകെ ആയിരിക്കും ഞാൻ. അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രഷറിലാണുള്ളത്. അവൾക്ക് അറിയാമെങ്കിലും അവൾ പറയാതിരിക്കുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട്. വിട്, അത് തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ ആ കാര്യം വിട്. നല്ല ക്ഷീണമുണ്ട്, സച്ചി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയാണ് അവൾ. അപ്പോൾ അവൻ പറയുന്നത്, എനിക്ക് ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വരില്ല രേവതി. എൻ്റെ തലക്കകത്ത് അത് മാത്രമേ ഉള്ളൂ. അത് പറയുമ്പം അത് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ടെൻഷനാകുന്നു. ഇനി ഒരു പ്രശ്നത്തിൽ നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് മഹേഷിനെ ട്രിപ്പ് വിളിച്ചു കൊണ്ടുപോയി ചതിച്ചു. പക്ഷേ അവർക്ക് ഞാനായിരുന്നു അവരുടെ ലക്ഷ്യം. പാവം, അവൻ ഡ്യൂ കെട്ടാൻ വേണ്ടിയിട്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാറ് ഓടിക്കുകയായിരുന്നു. ട്രിപ്പ് പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാനായിരുന്നു അവനോട് പോയിക്കോ എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് അടി കിട്ടുന്ന സമയത്ത് അവനും കിട്ടി പോലീസിൻ്റെ കയ്യിൽ നല്ല അടി. കൈ കിട്ടും എനിക്കവനെ, അന്ന് തീർക്കും ഞാൻ അവനെ. ആരുടെ കാര്യം ഈ പറയുന്നത്? എൻ്റെ കാറിൽ കഞ്ചാവ് കിടത്തിയില്ലേ, അവനെ തന്നെ. അവനെ കൈ കിട്ടട്ടെ, എന്ത് സംഭവിക്കുമെന്ന് അപ്പോൾ അറിയാം. അവൻ അത്രയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അതും പറഞ്ഞ് കട്ടിലിൽ പോയി ഇരുന്ന് എന്നിട്ടും പറയുകയാണ്, എനിക്ക് മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കല്യാണി. സോറി, എനിക്ക് മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല രേവതി. ഞാൻ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. കിട്ടട്ടെ അവനെ എൻ്റെ കയ്യിൽ. അപ്പോൾ അവളിങ്ങനെ നോക്കുകയാണ് വിഷമത്തോടെ. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. അല്ല, മുമ്പൊക്കെ ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ കുടിച്ചിട്ട് വരുമായിരുന്നല്ലോ. ഇപ്പോൾ അതില്ല. അത് നല്ല കാര്യം തന്നെ. കുടിച്ചാൽ ഡേഞ്ചറാ അത്. എന്നെ ചതിച്ചവനെ ഞാൻ കയ്യോടെ പിടിച്ച് 100 കഷ്ണാക്കിയിടും ആ സമയത്ത്. ഏതായാലും എനിക്ക് അവനെ കയ്യിൽ കിട്ടും. കയ്യിൽ കിട്ടിയാൽ അവനെ ഞാൻ പിടിച്ച് കൈയും കാലും ഒക്കെ ഊരി വലിച്ചു ഇടും. ഞാൻ അവൻ്റെ വയറ് ഞാൻ വലിച്ചിടും, കുടൽ ഞാൻ കുത്തിക്കീറും. എന്നാലേ എൻ്റെ ദേഷ്യം തീരുള്ളൂ. കിട്ടട്ടെ അവനെ എൻ്റെ കയ്യിൽ. ശരി ശരി, ഇപ്പോൾ കിടന്ന് ഉറങ്ങ്. നാളെ 1,00,000 രൂപ നമുക്ക് അവിടെ കൊടുക്കാം. അതിനുശേഷം ഫിനാൻസറെ കണ്ടിട്ട് അതും ഒരു അവധി ചോദിക്കാം. കാറിൻ്റെ ലോണും അടക്കാനുള്ളതല്ലേ. അവൻ പിന്നെയും പറയാണ്, തീർന്നു. കൈ കിട്ടട്ടാ നിന്നെ ഞാൻ. നിന്റെ ആയുസ് തീർന്നടാ. അതും പറഞ്ഞ് അവൻ കട്ടിലിൽ കയറി കിടന്നു. പക്ഷേ കിടന്നേ ഉള്ളൂ. അവൾക്കാണെങ്കിൽ അതും ഒരുപാട് നല്ല വിഷമമുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ ചന്ദ്ര, അതായത് ആധാരം വെച്ച് ലോൺ എടുത്തിരുന്നല്ലോ, അതിൻ്റെ മേലെ പിന്നെയും 5 ലക്ഷം രൂപയും കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലേക്ക് പോവുകയാണ്. അപ്പം അവരുടെ അടുത്ത് പോയിട്ട് പറയുകയാണ്, ഇനിയും വേണം ഇതിൻ്റെ മേലെ പൈസ എന്ന്. അപ്പം അവരെ കാത്തു നിന്നവർ ചോദിക്കുകയാണ്, ചന്ദ്രയെ കാത്തു നിന്നവർ ശ്രീ ചോദിക്കുകയാണ്, എന്തിനാ ഇപ്പം നീ പിന്നെയും കാശ് എടുക്കുന്നത്? അപ്പോൾ അവിടെ അമ്മയുടെ അടുത്ത് പോയിട്ട് അടിമപ്പണി ചെയ്ത കാശൊക്കെ നമ്മളെ സച്ചി കൊണ്ടുപോയി. അപ്പോൾ ഇനിയിപ്പോൾ കല്യാണത്തിന് വേണ്ടി ഇനിയും പൈസ വേണം, അതിന് വേണ്ടിയാണ്. നീ എന്തിനാ ആ പൈസ എടുത്ത് കൊടുത്തത്? കൊടുപ്പിച്ചതല്ലേ അവൻ്റെ അച്ഛൻ. ശ്രുതിക്ക് ഇപ്പോൾ ഡ്രസ്സും ആഭരണവും എടുക്കണമെങ്കിൽ കടം വാങ്ങിച്ചേ പറ്റൂ. ആ പൂക്കാരി പെണ്ണെ എന്ന് വീട്ടിൽ കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതാണ് ഈ കഷ്ടകാലം. ഈ കാശിരിക്കുന്നില്ല. അപ്പം മറ്റേ ശ്രീ പറയാണ്, ഇനി ആ കുറ്റവും ആ കുട്ടിയുടെ കഴുത്തിലിട്ടോ. എല്ലാ കുറ്റവും ഞാൻ അവളുടെ തലയിലിടും. എല്ലാം ഒടുക്കം സഹികെട്ട് അവൾ തന്നെ അവിടുന്ന് പോകണം. പല അമ്മമാരും മരുമക്കളെ ഓടിക്കാനെടുക്കുന്ന ശ്രമങ്ങളാണ് ഇതൊക്കെ. ജാതകദോഷം എന്നൊക്കെ മറ്റൊക്കെ പറഞ്ഞിട്ട് വീട് മുടിയാൻ കാരണം അവളാണ്. ഇങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ തന്നെ അവരിറങ്ങിപ്പോയിക്കോളും. അതെ, ഞാനും ഈ ആയുധം പുറത്തെടുത്തു കഴിഞ്ഞു. പറയുമ്പോൾ തന്നെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശ്രുതി വലതുകാലെടുത്ത് വെച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ അവൾ അവിടെ നിന്നും ഇറങ്ങണം. അതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും ഉപദ്രവിച്ച് ഞാൻ അവളെ പുറത്തു ചാടിക്കും. എനിക്കൊരു മരുമകൾ മതി, അത് ശ്രുതി. തലയിൽ വെച്ചുകൊണ്ട് നടക്കും ഞാൻ അവളെ. ചിരിക്കണ്ട, നീ കരുതുന്നുണ്ടാവും ഞാനൊരു മണ്ടിയാണെന്ന്. ആധാരം പണയം വെച്ച് ഞാൻ ശ്രുതിക്കൊരു വലിയ തുക ആദ്യം നൽകി. ഇപ്പോൾ ഇതേ ഡ്രസ്സും ആഭരണവും എടുത്തു കൊടുക്കാൻ വേണ്ടി പോകുന്നു. അവൾക്ക് വേണ്ടി എന്തിനാ ഇത്രയും കാശ് ചെലവാക്കുന്നത് എന്ന് നീ അടക്കം മറ്റുള്ള എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും. ഞാനല്ല മണ്ടി, നിങ്ങളാ വണ്ടി. ഒരു ചെറിയ മീനിനെ ചൂണ്ടയിൽ കുരുത്തിട്ടാ മീൻപിടുത്തക്കാർ വലിയ മീനിനെ പിടിക്കുന്നത്. ബുദ്ധിയായി എനിക്ക്.
അപ്പോൾ അവർ പറയാണ്, മനസ്സിലായില്ല. ശ്രുതിയുടെയും സുധിയുടെയും വിവാഹം കഴിയുന്നതോടെ അവരെൻ്റെ വലം കൈയാവും. അവളെയും കൂട്ടി ഞാൻ മലേഷ്യക്ക് ചെല്ലും. അവളുടെ കോടീശ്വരനായ അച്ഛനെ ഞാൻ കണ്ടെത്തും. അവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ ഞാൻ മാറ്റിയെടുക്കും. പിന്നെ അയാളുടെ കോടികളുടെ പൈസയൊക്കെ ഏക മകളായ ശ്രുതിയിലേക്ക് ഒഴുകും. ശ്രുതിക്കുള്ളത് ആർക്കാ? എൻ്റെ മകൻ ശ്രുതിക്ക്. അതിൻ്റെ പുറമെ എനിക്കും. അവനുള്ളത് എനിക്കും കൂടിയല്ലേ ഭാമേ. തന്ത്രപരമായിട്ട് ഞാൻ അയാളുടെ കയ്യിൽ നിന്നും ശ്രുതിയുടെ പേരിൽ എഴുതി വാങ്ങിക്കും. അതെടുത്ത് ഞാനും എൻ്റെ മോനും അമ്മാനമാടും. എന്തൊക്കെയാ നിൻ്റെ പ്ലാൻ? നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഇതുവരെ. എൻ്റെ ബുദ്ധിക്ക് നീ കണ്ണ് വെക്കാതിരുന്നാൽ മതി. അയ്യോ, സമയം പോയി, നമുക്ക് ഫിനാൻസറെ കാണാം. ചന്ദ്രേ, ആധാരം പണയം വെച്ച് നമ്മൾ 10 ലക്ഷം രൂപ വാങ്ങിച്ചതല്ലേ? ഇനി അതിൻ്റെ മേലെ പിന്നെയും 5 ലക്ഷം രൂപ അയാൾ തരുമോ? അത് ഞാൻ വാങ്ങിച്ചിരിക്കും. നീ വന്നേ ഭാമേ, വാ എന്ന് പറഞ്ഞ് ഭാമയെയും കൂട്ടി ഉള്ളിലേക്ക് അകത്തേക്ക് പോയി. ഫിനാൻസർ അപ്പോഴേക്കും ആരെയോ വിളിച്ചിട്ട് വഴക്ക് പറയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പൈസ അടക്കാത്തതിൻ്റെ പേരിൽ നീ അടക്കേണ്ടടാ, നിൻ്റെ വീടും സ്ഥലം എൻ്റെ പേരിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുണ്ട്, രണ്ടുപേർക്ക് സുഖമാണല്ലേ? സുഖം തന്നെ. ബ്യൂട്ടി പാർലറിലൊക്കെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നല്ല നിലയിൽ പോകുന്നുണ്ടോ? അത് ഇവൾക്കല്ല, ഇവളുടെ പേരിലല്ല എടുത്തിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഇവളുടെ മരുമകളാണ് ചെയ്യേണ്ടത്. അതൊക്കെ അപ്പോൾ നല്ല നിലയിൽ തന്നെ പോകുന്നുണ്ട്. അല്ല, ഇപ്പം എന്തിനാ വന്നത്? അതൊക്കെ പോട്ടെ, അത് കുറച്ച് കാശിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അത് എൻ്റെ മോൻ്റെ കല്യാണം അടുത്തിരിക്കുക. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ആധാരം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ആധാരം കൊണ്ടുവന്നിട്ടില്ല. ആ വെച്ച ആധാരത്തിൻ്റെ മേലെ തന്നെ 5 ലക്ഷം രൂപയും കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അയാൾ പറയാണ്, അതിപ്പോൾ അപ്പോൾ അവൾ പറയുന്നു, ചന്ദ്ര പറയുന്നു, ലക്ഷങ്ങൾ വിലമതിക്കുന്ന വീടും സ്ഥലവുമാണ്. അതിൻ്റെ പേരിൽ അതിൻ്റെ മുകളിൽ തന്നെ 5 ലക്ഷം കൂടി തരാൻ പറ്റുമോ നോക്കുന്നു. അപ്പോൾ അയാൾ പറയാണ്, ശരി, എന്നാൽ ഞാൻ നോക്കട്ടെ. 5 ലക്ഷം തരാം എന്ന് പറഞ്ഞ് അയാൾ കുറച്ച് കൂടി പേപ്പറിൻ്റെ ഒക്കെ ഒപ്പിടിച്ചിട്ട് 5 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ അവരെ കൊണ്ടുകൂടി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നതാണ്, ആദ്യം തന്നെ ഒപ്പിട്ടതാണല്ലോ, പിന്നെ എന്തിനാണ് പിന്നെയും ഒപ്പ് എന്ന്. അപ്പോൾ അവരോട് പറയുന്നത്, അത് ആദ്യം എടുത്ത പൈസൻ്റെ ഒപ്പാണ്, ഇപ്പോൾ എടുക്കുന്ന പൈസക്ക് വേറെയും ഒപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അതും കൂടി ചെയ്യിക്കുകയാണ്. ഇതൊക്കെ തിരിച്ചടക്കാൻ പറ്റുമോ? തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ഞാനിതങ്ങ് എടുക്കുവേ. അപ്പോൾ ചന്ദ്ര പറയുന്നു, ഇല്ല, തിരിച്ചടക്കാൻ പറ്റും. കല്യാണം കഴിഞ്ഞാൽ അതിനുള്ള വഴിയുണ്ട്. ചന്ദ്രയെ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഒന്നും ആലോചിക്കാനില്ലടി, വേറെ പൈസ ഇല്ല എൻ്റെ അടുത്ത്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, 5 ലക്ഷം മതിയോ? തൽക്കാലം അത് മതി. 5 ലക്ഷം രൂപ ചെക്ക് പൈസയായിട്ട് തന്നെ എടുത്തു കൊടുത്തു. അപ്പോൾ ചന്ദ്ര പറയാണ്, താങ്ക്സ് എന്ന്. അപ്പോൾ അവർ പറയുന്നു, താങ്ക്സ് ഒന്നും വേണ്ട, മുതലും പലിശയും ഇടയ്ക്കിടയ്ക്ക് അടച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാനിങ്ങെടുക്കും, കൃത്യസമയത്ത് തന്നെ അടയ്ക്കും. എങ്കിൽ ശരി, ഓക്കെ. ഓക്കെ. അതും കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി. അപ്പം ഭാമ ചോദിക്കുകയാണ്, ചന്ദ്രേ, ഇതൊക്കെ നീ എങ്ങനെ തിരിച്ചടക്കും? അതിന് കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അപ്പം ഞാനെല്ലാം അടക്കും. ശ്രുതിയുടെ അച്ഛൻ്റെ കോടികൾ ഞാൻ ഇങ്ങോട്ട് ഒഴുക്കില്ലേ? 15 ലക്ഷം രൂപയും പലിശയൊക്കെ എന്ത്? അതൊക്കെ ഞാൻ പെട്ടെന്ന് അടച്ചിട്ട് ആധാരം തിരിച്ചടക്കില്ലേ? അത് കഴിഞ്ഞ് അവർ ഇറങ്ങാനിരിക്കെയാണ് നമ്മളെ സച്ചി വരുന്നത്. RC ബുക്ക് വെച്ചിട്ട് പിന്നെയും അതിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് പറഞ്ഞാൽ അവൻ്റെ വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ വരികയാണ്. അപ്പോൾ സച്ചി കയറുകയാണ്, അവർ ഇറങ്ങുകയാണ്. പക്ഷേ രണ്ടുപേരും പരസ്പരം കണ്ടില്ല. സച്ചി ലിഫ്റ്റിൽ കയറി ഫോൺ വിളിയിലാണ് സച്ചിയുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിൽ അവൻ ശ്രദ്ധിച്ചില്ല. അവൻ ലിഫ്റ്റിലേക്ക് കയറുകയും അവർ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുകയാണ്. സാറേ, നമസ്കാരം എന്ന് പറഞ്ഞ് അവൻ കയറുകയാണ്. ബാ സച്ചി, ബാ. അവൻ വരുന്ന സമയത്ത് മേശപ്പുറത്തൊരു ആധാരം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, ഇതെന്താ ഇവിടെ കിടക്കുന്നത്? ഇപ്പം ആരോ വെച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. അതിപ്പോൾ എടുത്തതാണ്. അവൻ ആധാരം എടുത്തിട്ട് വീശുകയാണ്. എന്തൊരു ചൂട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ പറയാണ്, സച്ചി, അത് വിഷറിയല്ല, ആധാരമാണ്, അതിങ്ങോട്ട് തന്നേ എന്ന് പറയാണ്. അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ ചോദിക്കുകയാണ്, ഏത് മണ്ടനാ ആധാരമൊക്കെ വെച്ചിട്ട് ക്യാഷ് വാങ്ങിക്കുന്നത്? അത് മണ്ടനല്ല, മണ്ടിയാ. ഇതൊക്കെ തിരിച്ചെടുക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ വിഴുങ്ങുമോ? നിൻ്റെ കാറ് പോലീസ് പിടിച്ചെന്നറിഞ്ഞു. അത് ട്രിപ്പ് പിടിച്ചവർ പറ്റിച്ച പണിയാ. അവർക്ക് അങ്ങനെയുള്ളത് വെച്ചിട്ടുണ്ട്, അവരെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അവരെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, കാറ് തിരികെ കിട്ടിയല്ലോ അല്ലേ? കാറ് തിരികെ കിട്ടി. പോലീസുകാർ മൊത്തം തകരാറിലാക്കിയിട്ടാണ് ഉള്ളത്, ഇപ്പം വർക്ക്ഷോപ്പിലാണുള്ളത്. അപ്പോൾ അയാൾ ചോദിക്കുന്നു, അപ്പം നീ കാറെങ്ങനെ ഓടിക്കും? എങ്ങനെ ഡ്യൂ അടക്കും? അത് പറയാനാണ് വന്നത്. ഡ്യൂ അടക്കാനൊന്നും ക്യാഷില്ല, ഒരു രക്ഷയുമില്ല. കാറൊന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ. ഞാൻ കൃത്യമായിട്ട് ഡ്യൂ അടച്ചോളാം. ഒരു 2 മാസത്തെ സമയം എനിക്ക് തന്നാൽ മതി.
2 മാസമോ? എടാ അപ്പം മുതലും പലിശയും കൂടില്ലേ? എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഓടിക്കാൻ ഞാനൊരു വേറെ ഒരു കാറ് തരാം. നീ എനിക്കതിൻ്റെ വാടക തന്നാൽ മതി. ഡ്യൂ അടക്കാനും പറ്റും. അതിന് സാറിൻ്റെ കാറാണോ? അല്ല, എൻ്റെ കാറൊന്നുമല്ല. ഇവിടെ പിടിച്ചു വെച്ച കുറേ കാറുണ്ട്. അതിലേതാണോ നിനക്ക് വേണ്ടത് അത് ഞാൻ നിനക്ക് തരാം. അതിൻ്റെ ചാവി നിനക്ക് തരാം. ശരി, എൻ്റെ കാറ് നന്നാക്കി കിട്ടുന്നത് വരെ അത് ഓടിക്കാലോ. ജോലിയില്ലാതെ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ. അയാൾ ഒരുപാട് ചാവി എടുത്തിട്ട് സച്ചിയുടെ മുമ്പിൽ നീട്ടി. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, ഒരുപാട് കാർ, ഇത്രയും കാർ നിങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടോ? ഇത് ഒരുപാട് കാര്യം ഞാൻ പിടിച്ചു തന്നെ. എല്ലാ മോഡലും ഉണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. അപ്പോൾ സച്ചി പറഞ്ഞ്, സാറെടുത്ത് തന്നാൽ മതി. ഡ്യൂ ഇനി കൃത്യമായിട്ട് അടച്ചോളാം. സ്വന്തം കാർ ഓടിച്ചിരുന്നതാണ്, ഇപ്പോൾ വാടക കാർ എടുക്കേണ്ടി വന്നു. എൻ്റെ ഒരു വിധി. അതൊന്നും സാരമില്ലടാ. നീ സ്റ്റാഫിനോട് പറഞ്ഞാൽ മതി, കാർ ഏതെന്ന് അവർ കാണിച്ചു തരും. ശരി. എന്നെ കാണിക്കുന്നത് സച്ചിയുടെ അലാറം അടിയുന്നതാണ്. അതായത് വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് രാത്രിയിൽ ഉറങ്ങിയിട്ട് രാവിലെ എണീക്കാൻ വേണ്ടി അലാറം വെച്ചതാണ്. അപ്പോൾ അലാറം അടിഞ്ഞ സമയത്ത് അവൻ അറിഞ്ഞതേയില്ല. അപ്പോൾ രേവതി എടുത്തിട്ട് പറയാണ്, അലാറം വെച്ചിട്ട് ഉറങ്ങുന്നത് നല്ല ആളാ, എന്തിനാവോ അലാറം വെക്കുന്നത്? എഴുന്നേൽക്ക്, എന്തൊരു ഉറക്കായത്, രാവിലെ ഓട്ടം പോകാനുള്ളതെന്ന് പറഞ്ഞതല്ലേ. അപ്പോഴവൻ ഞെട്ടി എണീറ്റ്. അയ്യോ, ഞാനത് മറന്നു. അപ്പോൾ അവൾ പറയാണ്, എന്ത് പറഞ്ഞാലും ഓട്ടത്തെക്കുറിച്ച് ഓർക്കുന്ന ആളാണല്ലോ. പറഞ്ഞ സമയത്ത് തന്നെ എനിക്കവിടെ എത്തണം, റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഓട്ടമാണ്. അതും പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ ഞെട്ടി എണീച്ച് ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അപ്പോഴാണ് അവൾ പറയുന്നത്, അയ്യോ, പല്ല് തേക്കാതെയും കുളിക്കാതെയുമാണോ പോകുന്നത്? അതൊക്കെ വന്നിട്ട് ചെയ്യാം, റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്, അല്ലാതെ അമ്പലത്തിലേക്കല്ല, ക്ഷേത്രത്തിലേക്കല്ല. അപ്പോൾ രേവതി പറയാണ്, പല്ല് തേച്ച് കുളിച്ചിട്ട് വിളക്കൊക്കെ തൊഴുതിട്ട് പോയാൽ മതി. വിളക്ക് തൊഴാനോ? അതിനൊന്നും ഇനി സമയമില്ല, സമയം ഒരുപാടായി. 6 മണിക്കല്ലേ ട്രെയിൻ, ഇനിയും എത്രയോ സമയം കിടക്കുന്നു. അപ്പോഴവൻ തിരിഞ്ഞു നോക്കിയത്. അലാറം അപ്പം നേരത്തെ അടിച്ചോ? നീ സമയം മാറ്റി വെച്ചു അല്ലേ ഡി? നിൻ്റെ അടുത്ത് ഇച്ചിരി കൂടുന്നുണ്ട്. സാവകാശം പോയാൽ മതി. നിങ്ങൾ കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും ഞാൻ കുളിച്ച് വരാം. ഞാൻ കുളിച്ചിട്ട് വേഗം വരാം. പൂജാമുറിയിലെ വിളക്ക് തൊഴുതിച്ചിട്ടേ ഞാൻ വിടുന്നുള്ളൂ. നീ എനിക്ക് ഇല്ലാത്ത ശീലം ഉണ്ടാക്കല്ലേ. തൊഴുതു പ്രാർത്ഥിച്ചാൽ നല്ല ഓട്ടം കിട്ടും, നല്ല പൈസ കിട്ടും. അപ്പം നമുക്ക് സമ്പാദിക്കാം, ജീവിതത്തിൽ തന്നെ നല്ല ഐശ്വര്യം ഉണ്ടാവും. അപ്പോഴവനൊന്ന് സ്തംഭിച്ചു നിന്നു. അപ്പോൾ അവൾ പറയുകയാണ്, കൂടുതൽ ഓട്ടം കിട്ടിയാലല്ലേ നമുക്ക് ഡ്യൂ ഒക്കെ അടക്കാനും കുറച്ച് പണം ബാക്കി വെക്കാനും മിച്ചം വെക്കാനും കിട്ടുകയുള്ളൂ. ശരി, ഞാനിപ്പോൾ എന്താ വേണ്ടത്? കുളിച്ചിട്ട് പൂജാമുറിയിലേക്ക് വാ. എനിക്കറിയാം ഇതിന് പിന്നിൽ അച്ഛനും അച്ഛമ്മയൊക്കെ ആയിരിക്കുമെന്ന്. ഏയ് അല്ല, എന്തിനാ പാവങ്ങളെ കുറ്റം പറയുന്നത്? ഇതിന് പിന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞവൾ തോർത്ത് മുണ്ടൊക്കെ എടുത്തു കൊടുക്കുകയാണ്. ഓട്ടം പോകുന്ന കാര്യം അവളുടെ അടുത്ത് പറയണ്ടായിരുന്നു. ഈ സമയത്ത് ഇപ്പോൾ കുളിക്കാൻ പോയാൽ വെള്ളത്തിന് നല്ല തണുപ്പുമായിരിക്കും. അവനതും പറഞ്ഞ് പോയി കുളിച്ച് വന്നു. എന്നിട്ട് പൂജാമുറിയിലേക്ക് കയറിയിട്ട് വിളിക്കുകയാണ്, രേവതി എളുപ്പം വാ, എനിക്ക് സമയം പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അവസാനം സൈകെട്ടിട്ട് അവൻ തന്നെ ചെയ്യുകയാണ് പൂജാമുറിയുള്ള കാര്യങ്ങളൊക്കെ. അവളെ കാത്തു നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വിളക്കിലൊക്കെ എണ്ണ ഒഴിച്ച് ചന്ദനത്തിരികളൊക്കെ എടുത്ത് കത്തിക്കാൻ പോകുമ്പോഴേക്കും അവൾ എത്തി. അവൾ കുളിച്ച് മുടിയൊക്കെ തോർത്ത് ചുറ്റിയിട്ട് വരികയാണ്. അപ്പോൾ അവൻ അവളെ തന്നെ സൂക്ഷിച്ച് നോക്കുകയാണ്. അവൾ ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെ നോക്കുന്നത്? പറ്റുന്ന പണിക്ക് നിന്നാൽ പോരെ, ഇങ്ങത്താ ഞാൻ ചെയ്യാം, ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നു, ഈ വേഷത്തിൽ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് വേഗം പോകേണ്ടതാ. അപ്പോൾ അവൾ പറയുന്നു, ധൃതി വെക്കാതെ, ഇതൊക്കെ ഭക്തിയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വിളക്ക് നോക്കിയിട്ട് അവൾ ചിരിക്കുകയാണ്. വിളക്കിൻ്റെ തിരി എവിടെ? തിരിയില്ലാതെ എങ്ങനെ വിളക്ക് വെക്കും? ആ കാര്യം ഞാൻ മറന്നു, ശീലമില്ലാത്തതുകൊണ്ടേ. അവൾ പറയാണ്, ഇനി ഇതൊക്കെ ശീലമാക്കണം. അപ്പം വിടാൻ ഭാവമില്ല. ഏയ് ഇല്ല. അവൾ ചെയ്യുന്ന ഓരോ കാര്യം അവൻ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. രണ്ടുപേർക്കും നല്ല സന്തോഷമുണ്ട്. നല്ല ഒരു ചിരിയോട് കൂടിയിട്ട് അവർ നോക്കി നിൽക്കുകയാണ്. അവൻ നോക്കി നിൽക്കുകയാണ് അവൾ ചെയ്യുന്നതൊക്കെ, വിളക്ക് തിരിയിടുന്നതും കത്തിക്കുന്നതും ഒക്കെ. എല്ലാം കഴിഞ്ഞ് അവൾ പറയുകയാണ്, ഇനി പ്രാർത്ഥിക്ക്. അപ്പം അവൻ പറയുന്നു, എൻ്റെ കാര്യം കൂടി നീ പറഞ്ഞാൽ പോരെ? എനിക്ക് ആരുടെ മുന്നിലും യാചിക്കുന്നത് ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ മുമ്പിലാണെങ്കിൽ തന്നെ. ഇങ്ങനെയൊന്നും പറയല്ലേ, പ്രാർത്ഥിക്ക്. അങ്ങനെ രണ്ടുപേരും കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ രണ്ടുപേരും ഇടങ്കണ്ണിട്ട് നോക്കുന്നുണ്ട് പരസ്പരം. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.